പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ശക്തമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വചനം. ആ വചനം ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ നൽകി യേശുവായി രൂപപ്പെട്ടു. ആ വചനം പരിശുദ്ധ കുർബാനയിൽ കത്തോലിക്ക സഭയുടെ കയ്യൊപ്പ് അധികാരം കിട്ടിയ പുരോഹിതൻ ഒരു ഗോതമ്പപ്പത്തിലും വീഞ്ഞിലും കൊടുക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരവും രക്തമായി മാറുന്നു. ചൈതന്യം നിറഞ്ഞ കർത്താവിൻ്റെ വചനം വരുന്ന നിമിഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മളുമായി വചനം പങ്കുവയ്ക്കുന്നത് വളരെ പ്രശസ്തനായ ധ്യാനഗുരു ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരി അച്ഛനാണ്. അച്ഛനിപ്പോൾ ഉഴവൂര് കപ്പൂച്ചിൻ ആശ്രമത്തിൽ താമസിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണങ്ങാൻ അസീസിയിലെ ധ്യാനഗുരുവാണ്. വളരെ പ്രശസ്തനായ ധ്യാനഗുരു, ലോക പ്രശസ്തനാണ്. അനേക രാജ്യങ്ങളിൽ കർത്താവ് ഈ നാളുകളിൽ അച്ഛനെ ശക്തമായ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനിലൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 22-ാം അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാർ അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കുറിച്ചാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയത്തിലെ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാർ തിരിച്ചു വന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗത്തോടു കൂടിയാണ്. യേശുവിൻ്റെ മാമോദീസ നടക്കുന്നത് എരുമയും പോത്തിനെയും കുളിപ്പിക്കുന്ന കുളത്തിൽ മുക്കിയിട്ട് പൊക്കിയല്ല, പിന്നെയോ അവൻ്റെ മാമോദീസായും പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നപ്പോൾ അവൻ ആത്മാവിൽ സ്നാനം സ്വീകരിക്കുകയാണ്. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയിലാണ്. അപ്പം 11-ാം അധ്യായം തന്നെ പ്രാർത്ഥനയുടെ അധ്യായം എന്നാണ് പറയുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായമാണ്. ഇവിടെ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശുവിൻ്റെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥന, യേശുവിൻ്റെ ഗെത്സമേനിലെ പ്രാർത്ഥന. യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ പതിവ് പോലെ ഗെത്സമേനി എന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. യേശുവിന് ഒരു പതിവേ ഉള്ളൂ, അത് പ്രാർത്ഥനയുടെ പതിവാണ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല അവൻ പതിവ് പോലെ TV കാണാൻ പോയി, അവൻ പതിവ് പോലെ പത്രം വായിക്കാൻ പോയി, അവൻ പതിവ് പോലെ കാപ്പ് കുടിക്കാൻ പോയി, അവൻ പതിവ് പോലെ നടക്കാൻ പോയി. ഇല്ല, അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ പതിവായിരുന്നു ഒരു പ്രാർത്ഥന. ക്രിസ്തുവിനെ മാതൃകയായി എടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പതിവാണ് പ്രാർത്ഥനയുടെ പതിവ്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, അനുദിന ബലി, പ്രാർത്ഥന ഒരു പതിവാക്കി മാറ്റുക, അതാണ് ഭാഗ്യമുള്ള ജീവിതം. ക്രിസ്തു കാണിച്ചു തരുന്നു ഒരു പതിവായിരുന്നു പ്രാർത്ഥന. ശത്രുക്കൾക്ക് പോലും അറിയാമായിരുന്നു ഈ സമയത്ത് അവൻ ഗെത്സമേനി കാണും. യുദാസിനും ശത്രുക്കൾക്കൊക്കെ അറിയാമായിരുന്നു അവൻ ഈ സമയത്ത് ഗെത്സമേനി കാണും. നമ്മളെക്കുറിച്ചും പറയാൻ പറ്റണം, വൈകിട്ട് 7-നും 8-നും ഇടയിൽ ആ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ആരും എടുക്കുകയില്ല, അവർ പ്രാർത്ഥനാമുറിയിലാണ് എന്ന് പറയാനിടയാകണം. ഇന്ന സമയത്ത് അവരാരും ഫോൺ അറ്റൻഡ് ചെയ്യുകയില്ല, അവരെല്ലാവരും പ്രാർത്ഥനയിലാണ്. ഇങ്ങനെ പറയുന്ന ഒരന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ചിലർ പറയുകയോ ഈ സമയം വിളിച്ചാൽ അവർക്ക് അരിശവ, അവർ TV-യുടെ മുമ്പിലാണ്, എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പതിവ് അതാണ്. സായാഹ്നങ്ങളിൽ സീരിയലുകൾ പതിവാക്കുന്നവരാണ് നമ്മൾ. അവിടെയാണ് പറയുക പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പതിവ്. എന്നിട്ട് യേശു 3 പേരെ കൂട്ടിക്കൊണ്ട് ഗെത്സമേനി എന്ന സ്ഥലത്തേക്ക് പോയി.
യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ 72 പേരെ കൊണ്ട് ആരംഭിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ കാണാം, അവൻ 72 പേരെ ദൈവരാജ്യ പ്രഘോഷണത്തിന് ആദ്യം നിശ്ചയിച്ച് കൽപ്പിച്ച് അയച്ചു. കാരണം യേശു ഓർത്തു 3 വർഷമേ ഉള്ളൂ പരസ്യ ജീവിതം, അതുകൊണ്ട് പരമാവധി പേരിലൂടെ ദൈവരാജ്യം ലോകം മുഴുവൻ വ്യാപരിപ്പിക്കാം. അതിന് 72 പേരെ എടുത്തു. പക്ഷെ സാവധാനം പിടികിട്ടി പലരും കൂടി തല്ലിയാൽ പാമ്പ് ചാകുകയില്ല. അതുകൊണ്ട് 60 പേരെ മാറ്റി 12 പേരെ തൻ്റെ പ്രിയപ്പെട്ട സ്ലീഹന്മാരായി അപ്പസ്തോലന്മാരായി അവിടുന്ന് തിരഞ്ഞെടുത്തു. ഈ 12 പേരുടെ കൂടെ കുറേ നാൾ താമസിച്ചാൽ മനസ്സിലായി 12 എണ്ണം 24 സ്വഭാവം. തീവ്രവാദിയായ ശിമയോൻ, പൈസയുടെ കിലുക്കം കേൾക്കും പുറകെ ഓടുന്ന യൂദാസ്, ഒരു ഞെടിപ്പിൽ 2 ചക്ക പോലെ തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിച്ച സെബദീപുത്രന്മാർ, പല ടൈപ്പ്. അവസാനം അവരിൽ നിന്ന് 3 പേരെ കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെ കോർ ഗ്രൂപ്പ് പോലെ 3 പേരെ മാറ്റിയെടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരെയും കൂട്ടിക്കൊണ്ടാണ് പിന്നെ താബോർ മലയിലേക്ക് പോകുന്നു, കാനായിലേക്ക് പോകുന്നിടത്തും പ്രധാനപ്പെട്ട ഗെത്സമേനിൽ പോകുമ്പോഴൊക്കെ ഈ 3 പേരെയും കൊണ്ടാണ് യേശു പോവുക. പക്ഷെ അവസാനം യേശുവിന് പിടികിട്ടി 3 പേര് കൂട്ടുകാരാ, എന്നാലും ഇവരോടും പറയാൻ മേല ചില കാര്യം ദൈവം മാത്രം അറിഞ്ഞാൽ മതി, ഏറ്റവും അടുത്തവർ പോലും അറിയാൻ പാടില്ല. അതുകൊണ്ട് അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി എന്നാണ് പറയുക. ഒരു കല്ലേറ് ദൂരം മാറി അവൻ മുട്ടുകുത്തി. സങ്കീർത്തനം 46:10, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഒറ്റയ്ക്ക് മാറിയിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഒരുപക്ഷെ ജീവിതത്തിൽ സ്വന്തം കെട്ടിയവനോട് പറയാൻ പറ്റാത്ത ചില രഹസ്യം ഒരു ഭാര്യയ്ക്ക് കണ്ടേക്കാം. പറയേണ്ട ഒരാവശ്യവുമില്ല, ദൈവം മാത്രം അറിഞ്ഞാൽ മതി. ഭാര്യയോട് പറയാൻ മേലാത്ത ചില കാര്യം ഭർത്താവിന് കാണും, പറയേണ്ട ആവശ്യമില്ല, ദൈവം അറിഞ്ഞാൽ മതി. എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞാൽ ആത്മീയതയുടെ ആഴം പോകും. ദൈവം മാത്രം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പിതാവിന് തമ്മിൽ മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുകയാണ്. ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി. യേശുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ വള്ളത്തിൻ്റെ അമരത്തിരുന്ന് പഠിപ്പിച്ചു, പക്ഷെ അവൻ്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. അവൻ വള്ളത്തിൻ്റെ അമരത്തിരുന്ന് പഠിപ്പിച്ചു, പക്ഷെ അവൻ്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. എല്ലാവരുടെയും കൂടെയായിരുന്നു, എല്ലാവർക്കും ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ അടുക്കുമ്പോൾ എല്ലാവർക്കും ഇല്ലാത്ത എന്തോ ചില പ്രത്യേകത യേശുവിനുണ്ടായിരുന്നു. ഇതാണല്ലോ തിരുവചനം പഠിപ്പിക്കുക. ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി. അവിടെ യേശു രക്തം വിയർത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാ പറയുക. രക്തം വിയർത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമേൻ തോട്ടം തരുന്ന ചില ചിന്തകൾ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഈ ആദ്യ വെള്ളിയാഴ്ച ഈ രാത്രി ആരാധനയുടെ സമയത്ത് ഒന്നാമതൊരു ചിന്ത, മകനെ മകളെ, നിനക്ക് എനിക്ക് നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പം രക്തം വേർക്കും. ഇന്ന് നമ്മളിൽ പല ആൾക്കാർക്കും കടുകുമണിയോളം വിശ്വാസമില്ല. കാരണം മാറാൻ മലയില്ല. മാറാൻ മലയുണ്ടോ കടുകുമണി പോലെ ഡെപ്തുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ലഭിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നാളെ യേശുവിന് കുരിശ് ചുമക്കണം, നാളെ യേശുവിന് കാൽവരി കയറണം. അതുകൊണ്ട് യേശു രക്തം വിയർത്തു. വയറ്റിൽ ഒരു മുക്കല് മൂളല് കൊളുത്ത് അള്ളിപ്പിടുത്തം നൊമ്പരും. ഡോക്ടറെ പരിശോധിച്ചിട്ട് പറയുക, നാളത്തെ പരിശോധന കഴിഞ്ഞ് പറയാം ക്യാൻസർ ആണോ അല്ലയോ. എങ്കിൽ ഇന്നത്തെ കുർബാന എന്തോ ഒരു ആവേശമായിരിക്കും, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ഉണർവായിരിക്കും. രക്തം വിയർക്കും. അമ്മയ്ക്ക് അപ്പന് മാരകമായ രോഗം അറിയുന്ന മകൾക്ക് മകന് പ്രാർത്ഥനയിൽ എന്തോ ഒരു ടെൻഷൻ. നാളെ എൻ്റെ കുഞ്ഞിനൊരു ഇൻ്റർവ്യൂ, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ആവേശമാണ്. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന കളിതമാശല്ല, രക്തം വിയർപ്പിക്കുന്ന പിരിമുറുക്കത്തിൻ്റെ അനുഭവം നമുക്ക് തരും. അവിടെ കളിതമാശയില്ല. എന്നാൽ പത്രോസിനും കൂട്ടർക്കും നാളെ കാൽവരി കയറേണ്ട, നാളെ കുരിശ് ചുമക്കേണ്ട. അതുകൊണ്ട് പത്രോസിനും കൂട്ടർക്കും പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞ് പുറകിൽ നിന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പം തടിലോറി പശ്ചീറിൽ കയറ്റം കയറുന്ന പോലെ ഒരു വലിയ അരപ്പ്. നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യത്തെ മാർപ്പാപ്പ കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. പത്രോസും കൂട്ടരും കൂർക്കം വലിച്ചുറങ്ങി. കാരണം അവർക്ക് കാൽവരി കയറേണ്ട, അവർക്ക് കുരിശ് ചുമക്കേണ്ട, ഉറങ്ങിയാൽ മതി. നാളെ കുരിശില്ലാത്തവർക്ക്, നാളെ കാൽവരി ഇല്ലാത്തവർക്ക് പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയമാണ്, അത് മയക്കത്തിൻ്റെ സമയമാണ്. അച്ഛന്മാർക്ക് പോലും അറിയാം. ചിലർ വന്നിട്ട് പറയും, എൻ്റെ അച്ഛ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഉടനെ അച്ഛൻ പറയുന്ന മറുപടി, സാരമില്ല, കൊന്ത ചെല്ലിക്കൊണ്ട് കിടന്നാൽ മതി. അച്ഛന് പോലും അനുഭവത്തിൽ നിന്ന് ഉറപ്പാണ്, കൊന്ത ചെല്ലാൻ തുടങ്ങുമ്പം ഉറക്കം കടന്നു വരും. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കും. ചിലപ്പം ഞങ്ങൾ അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കുമ്പം ചില ആൾക്കാർക്ക് ഉറക്കും.
ഒരു ചേട്ടത്തി രാത്രി 11 മണിക്ക് വികാരി അച്ഛനെ ഫോണിൽ വിളിച്ചു. അച്ഛൻ ചോദിച്ചു, എന്നാ അമ്മച്ചി രാത്രി 11 മണിക്ക്? എൻ്റെ അച്ഛ ഇഞ്ചക്ഷൻ 1 എണ്ണം എടുത്തു, ഉറക്ക ഗുളിക 2 എണ്ണം എടുത്തു, ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാൻ എന്നാ ടെലിഫോണിൽ കൂടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണോ? ഉടനെ ചേട്ടത്തിയുടെ മറുപടി, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവും. ഇപ്പം ചിലർക്ക് പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കും. ഒരച്ഛൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു ചേട്ടൻ ധ്യാന ഹോളിൽ നിന്ന് വാക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ പരിഹസിച്ച് ഇറങ്ങിപ്പോകുന്നവർ ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല, ഓർത്തോണം. ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് കയറി വന്ന് പറഞ്ഞു, അച്ഛാ, മനസ്സാ വാചാ കർമ്മണ, പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. ഒരു അസുഖം ഉള്ളതുകൊണ്ട് നടന്നു പോയതാ. എന്നെ അസുഖം, എൻ്റെ അച്ഛ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ഇപ്പം ചിലർക്ക് പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരും, ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും. നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, നമുക്കെപ്പോഴും ഉറക്കം, അത് മയക്കം. 75 വയസ്സുള്ള ഒരു ചേട്ടൻ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ 7 വയസ്സുള്ള കൊച്ചുമോനെയും കൊണ്ടാണ് ഈ ചേട്ടൻ പള്ളിയിൽ വരിക. വികാരിയച്ഛൻ പ്രസംഗം തുടങ്ങുമ്പോൾ ഈ ചേട്ടൻ ചാരി മലന്ന് കടന്ന് ഈത്തായും മാറ്റിക്കൊണ്ട് ഉറക്കം. അച്ഛനയാളെ കാണുമ്പം ചൊറിഞ്ഞു കയറുന്ന അരിശവാ. പള്ളിയല്ലേ, വരില്ലെന്ന് പറയാൻ പറ്റുമോ? എന്നാലും മെനക്കെടുത്താൻ വേണ്ടി മുന്നേ വന്ന് ഈ ഉറക്കം തൂങ്ങിക്കിടക്കും. അച്ഛൻ ഈ 7 വയസ്സുള്ള കൊച്ചുകുട്ടിക്ക് എല്ലാ ഞായറാഴ്ചയും 5 രൂപ വെച്ച് കൊടുത്തു. മോനെ, കപ്പലണ്ടി മുട്ടായി മേടിച്ച് തിന്നു. ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, നിൻ്റെ വല്യപ്പൻ ഉറങ്ങുമ്പം എളുക്കിയിട്ട് കുത്തി ഒന്ന് എഴുന്നേപ്പിച്ചേക്കണം, അതിന് 5 രൂപ. അവൻ 6 മാസക്കാലം ക്രമം തെറ്റാതെ മുറം തെറ്റാതെ കൃത്യമായിട്ട് വല്യപ്പൻ ഉറങ്ങുമ്പം കുത്തി എഴുന്നേൽപ്പിച്ചു. 6 മാസം കഴിഞ്ഞൊരു ദിവസം അച്ഛൻ പതിവ് പോലെ 5 രൂപ കൊടുത്തു. ഇത് മേടിച്ച് അവൻ പോക്കറ്റിലിട്ടു. സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. ഇയാൾ ഭയങ്കര ഉറക്കം. ഈ മോൻ ചിരിച്ചുകൊണ്ട് നോക്കി കുത്തിയിരിക്കുക. കുർബാന കഴിഞ്ഞ് അച്ഛൻ ഒരു ഇറുക്കിലി എടുത്തിട്ടുണ്ട്, 5-6 അടി വെച്ച് കൊടുത്തു. അച്ഛൻ പറയടാ, മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണിയെടുക്കണം, അല്ലെങ്കിൽ ഉത്തരിപ്പ് കടമുണ്ട്. 5 രൂപ മേടിച്ചിട്ട് നീ എന്തേ നിൻ്റെ വല്യപ്പനെ വിളിക്കാതിരുന്നത്? അവൻ പറഞ്ഞു, പൊന്നച്ചാ തല്ലരുത്, വല്യപ്പൻ പറഞ്ഞായിരുന്നു വിളിക്കാതിരിക്കുകയാണ് 10 രൂപ തരാമെന്ന് വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിലർക്ക് പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം, ഇത് മയക്കത്തിൻ്റെ സമയം. ഇപ്പം നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയമാണ്, അത് മയക്കത്തിൻ്റെ സമയമാണ്. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, അത് രക്തം വിയർപ്പിക്കുന്ന ജീവിതാനുഭവമാണ്. ഇനി രംഗൻ 2, ദുഃഖവെള്ളി. ദുഃഖവെള്ളിയാഴ്ച എന്താ സംഭവിക്കുക? ദുഃഖവെള്ളിയാഴ്ച 2 കൂട്ടം ആൾക്കാർ കാൽവരിയിൽ കടന്നു വന്നു. 2 കൂട്ടം ആൾക്കാർ കാൽവരിയിൽ കടന്നു വന്നു. ഒന്ന്, ഗെത്സമേനിൽ പോകാതെ നേരെ കാൽവരിയിൽ വന്ന 2 കള്ളന്മാർ. പ്രാർത്ഥിച്ചൊരുങ്ങാതെ ഗെത്സമേൻ കടക്കാതെ 2 കള്ളന്മാർ കാൽവരിയിലേക്ക് വന്നു. കുരിശിൽ തറച്ചപ്പോൾ തെറി ഉറക്കം വിളിച്ചു. കാല് പറിച്ച് തൊടിക്കാൻ നോക്കി, കൈ പറിച്ച് ഇടിക്കാൻ നോക്കി, ശാപവാക്ക് പലതും പറഞ്ഞു. പ്രാർത്ഥിക്കാത്തവർക്ക്, പ്രാർത്ഥിച്ചൊരുങ്ങാത്തവർക്ക് കുരിശ് ശല്യമാണ്, ഭാരമാണ്, അത് ശാപമാണ്. എന്നാൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ ക്രിസ്തു കാൽവരിയിലേക്ക് വന്നു. ഗെത്സമേൻ കടന്നു, പ്രാർത്ഥിച്ചൊരുങ്ങിയ ക്രിസ്തു കാൽവരിയിലേക്ക് വന്നു. യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു പറഞ്ഞതെന്താ? പിതാവേ, ഈ തടിക്കഷ്ണത്തിൽ ഞാൻ എങ്ങനെ തൂങ്ങി എന്നല്ല, പിന്നെയോ പറഞ്ഞു, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച യേശുവിന് കാൽവരിയിലെ കുരിശ് 2 തടിക്കഷ്ണങ്ങളല്ല, ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായിരുന്നു. പ്രാർത്ഥിക്കാത്തവർക്ക് കുരിശ് ശല്യമാണ്, ശാപമാണ്, ഭാരമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് കുരിശ് പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളാണ്. ഈ ആദ്യ വെള്ളിയാഴ്ച രാത്രി ആരാധനയിൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, മകനെ, മകളെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് ക്യാൻസർ രോഗം വന്നാൽ, കടബാധ്യത വന്നാൽ, സൽപ്പേര് നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം ചോർന്നു പോയാൽ, കൃഷിനാശം വന്നാൽ, ധനനഷ്ടം വന്നാൽ, ആ വ്യക്തി എനിക്കും രോഗത്തിനുമിടയിൽ, എനിക്കും തകർച്ചയ്ക്കുമിടയിൽ വെറുതെ ഒരു കുരിശ് കണ്ടെത്തും. എപ്പോഴും പറയും, എന്തൊരു കുരിശ ഈ രോഗം, എന്തൊരു കുരിശ ഈ കടബാധ്യത, എന്തൊരു കുരിശ ഈ ഭാര്യ, എന്തൊരു കുരിശ ഈ ഭർത്താവ്, എന്തൊരു കുരിശ ഈ മക്കൾ. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തി തകർച്ചയ്ക്കും വ്യക്തിക്കുമിടയിൽ കുരിശല്ല, ക്രൂശിതനെ കണ്ടെത്തും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എനിക്കും തകർച്ചയ്ക്കുമിടയിൽ ക്രൂശിതനായ മിശിഹായെ കണ്ടെത്തും. പ്രാർത്ഥിക്കാത്തവർ എനിക്കും തകർച്ചയ്ക്കുമിടയിൽ ഒരു കുരിശ് മാത്രം കണ്ടെത്തും. എങ്കിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് വളരുവാൻ ഗെത്സമേൻ തോട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗെത്സമേൻ തരുന്ന ഒരു ചിന്തയുണ്ട്. യേശു പ്രാർത്ഥിച്ചു, ഈ കാസ മാറിപ്പോണേ. പക്ഷേ യേശു കാസ കുടിക്കേണ്ടി വന്നു.
എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയത്തിലല്ല മാറ്റം വരിക, പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയത്തിലല്ല മാറ്റം വരിക, പ്രാർത്ഥിക്കുന്ന വ്യക്തിയില്ല. വിഷയം ചിലപ്പം മാറിയേക്കാം, പക്ഷെ വ്യക്തിയിൽ മാറ്റം വരും. ക്യാൻസർ രോഗം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗം മാറുന്നതല്ല അത്ഭുതം. ക്യാൻസർ ഉള്ള അവസ്ഥയെ ഇല്ലാത്ത അവസ്ഥ പോലെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നു, അതല്ലേ അത്ഭുതം. 5 ലക്ഷത്തിൻ്റെ കടബാധ്യത മാറുന്നതിലുപരി 5 ലക്ഷത്തിൻ്റെ കടബാധ്യതയിലും അതില്ലാത്ത പോലെ ഒരു മാനസിക ബലത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതമുണ്ട്. അതാണ് കാസ മാറിയില്ല, പുത്രൻ കാസ കുടിക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ഇങ്ങനെ പറയുന്നു: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള് തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശുനാഥ, ഈ മുള്ള് ഒന്ന് എടുത്തു മാറ്റാവോ? അവൻ പറഞ്ഞു, മോനെ, ആ മുള്ള് അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുത്തുക, നിനക്ക് എൻ്റെ കൃപ മതി. പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപ ലഭിക്കും. കൃപ ലഭിക്കുമ്പോൾ ഏതിനെയും അതിജീവിക്കാൻ, ഏത് കാസയും കുടിക്കാൻ, ഏത് മുള്ളിൻ്റെ കുത്തും വഹിക്കാനുള്ള ആത്മബലം കരുത്തു കിട്ടും. അതുകൊണ്ടാണ് പറയുക, പ്രാർത്ഥന രാത്രിയുടെ താഴും പ്രഭാതത്തിൻ്റെ താക്കോലുമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് രാത്രിയുടെ താഴും പ്രഭാതത്തിൻ്റെ താക്കോലുമാണ്. ഓരോ രാത്രി ഉറങ്ങുമ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങണം. ഹൃദയത്തെ പൂട്ടുന്നത് പ്രാർത്ഥനയുടെ താഴുകൊണ്ട്. ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം. ദിവസം ആരംഭിക്കുന്നത്, ഹൃദയം തുറക്കുന്നത് പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥന രാത്രിയുടെ താഴും പ്രഭാതത്തിൻ്റെ താക്കോലുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായ ചിന്ത നമുക്ക് ലഭിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. 1, ശരീരത്തിലെ പ്രാർത്ഥന, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. 2, മനസ്സിലെ പ്രാർത്ഥന, അന്വേഷിക്കുവിൻ കണ്ടെത്തും. 3, ആത്മാവിലെ പ്രാർത്ഥന, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രാർത്ഥനയ്ക്ക് 3 സ്റ്റേജുകളുണ്ട്. 3 സ്റ്റേജുകൾ. 1, ശരീരത്തിലെ പ്രാർത്ഥനയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളിൽ 90% പേരുടെയും പ്രാർത്ഥന ഈ ശരീരത്തിലെ പ്രാർത്ഥനയാണ്. രാത്രി ആരാധനയ്ക്ക് പോകുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും കുർബാനയ്ക്ക് പോകുന്നതും ഏകദിന കൂട്ടായ്മയ്ക്ക് പോകുന്നതും കുറേ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ കേൾക്കാൻ സമയമേ ഇല്ല. ചോദ്യം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വരും, ആരാധനയെ വരും, ദൈവമേ, കൊച്ചിൻ്റെ ഇൻ്റർവ്യൂവാ, മറക്കല്ല് കേട്ടോ. നാളെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, കൈവിട്ടേക്കല്ല് കേട്ടോ. ഒരാളുടെ പരീക്ഷയാണ്, ഉപേക്ഷിക്കല്ല് കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുക മാത്രം. തമ്പുരാനെ കേൾക്കാൻ സമയമില്ല. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ചെറുപ്രപ്രാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കാൻ സമയമില്ല. ഇതാണ് ശരീരത്തിലെ പ്രാർത്ഥന. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. പിന്നെ കോഴി കൂകിയാൽ നോക്കും, പാൻ കറങ്ങിയാൽ നോക്കും, കസേര നിരങ്ങിയാൽ നോക്കും, കൊച്ചു കരഞ്ഞാൽ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. കാരണം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രാർത്ഥന തീർന്നുപോയി. ഇത് ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞ പ്രാർത്ഥനയാണ്, ഗ്രേഡ് കുറഞ്ഞ പ്രാർത്ഥനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, തമ്പുരാനെ കേൾക്കാൻ സമയം കൊടുക്കാതിരിക്കുക. എന്നാലും ആ പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കും. ആ പ്രാർത്ഥനയും ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു 18-ാം വയസ്സിൽ, ദൈവമേ, ഞാൻ ഒരു യുവാവാണ്, എനിക്ക് 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനങ്ങൾ തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാമാ? 1, എനിക്ക് സ്വന്തമായി ഒരു വണ്ടി വേണം. 2, കൈ നിറയെ പിടിക്കാൻ കാശ് വേണം. 3, ഒരു യുവാവല്ലേ, ചുറ്റി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളും വേണം. 3 കാര്യം ആവശ്യപ്പെട്ടു. സ്വന്തമായൊരു വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റി നിൽക്കാൻ പെണ്ണുങ്ങൾ. ദൈവം ഓർത്തത് മുറ്റു പ്രാർത്ഥനയാണല്ലോ. എന്നാലും 21 വയസ്സായെന്ന് ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവനെ ദൈവം എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാണ് പറയുക. സ്വന്തമായ വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. അപ്പം പ്രാർത്ഥനകളിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ 1-ാമത്തെ പ്രാർത്ഥന, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ശരീരത്തിലെ പ്രാർത്ഥന. ഇനി അല്പം കൂടെ വളരുന്ന പ്രാർത്ഥനയുണ്ട്. അതാണ് മനസ്സിലെ പ്രാർത്ഥന, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. പള്ളി കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ചെന്ന് പള്ളിയിലിരിക്കും, തമ്പുരാനെ കേൾക്കും, പിന്നെ കുർബാനയിൽ പങ്കെടുക്കും. കുർബാന കഴിഞ്ഞും ഒരു 5 മിനിറ്റ് ഈശോയെ കേട്ടുകൊണ്ടിരിക്കും. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൽ 5 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് കേൾക്കും. ബൈബിൾ വായിച്ചിട്ട് കണ്ണടച്ച് ബൈബിൾ പഠിച്ച് കുറേ നേരം ഇരിക്കും. അവിടെ പറച്ചിലുമുണ്ട്, കേൾവിയുമുണ്ട്. ദൈവത്തോട് പറയും, ദൈവത്തെ കേൾക്കും.
ഇതല്പം കൂടെ വളർന്ന പ്രാർത്ഥന, അത്രയെങ്കിലും നമ്മളെത്തണം. കുറേ സമയം നിശബ്ദമായ ദൈവത്തെ കേൾക്കാൻ പഠിക്കണം. അത് മനസ്സിലെ പ്രാർത്ഥന. 3, ആത്മാവിലെ പ്രാർത്ഥന. എന്താണ് ആത്മാവിലെ പ്രാർത്ഥന? ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല, കേൾക്കാൻ മാത്രമേ ഉള്ളൂ. പള്ളിയിൽ വന്ന് കുറേ സമയം കണ്ണടച്ചിരിക്കുന്നു. ഞാൻ കാണാറുണ്ട്, ഭരണങ്ങാനത്ത് ഞങ്ങളുടെ അസീസി ധ്യാനമന്ദിരമുണ്ട്. അവിടെ പല ആൾക്കാരും നിത്യാരാധന കപ്പേളയെ വന്ന് കുറേ സമയം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അവർ തമ്പുരാനെ കേൾക്കുക, ദൈവത്തെ കേൾക്കുന്നു. ധ്യാനം കൂടാൻ വരുന്ന ആൾക്കാർ കപ്പേളയെ ചെന്ന് ഇങ്ങനെ ഇരിക്കും, ഒന്നും പറയാനില്ല, ദൈവത്തെ കേൾക്കുന്നു. ഇതായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന. ഇതായിരുന്നു അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥന. ഇതായിരുന്നു വിശുദ്ധ കുരിശിലെ യോഹന്നാന്റെ പ്രാർത്ഥന. ഇതായിരുന്നു ഓരോ ദിവസവും പ്രഭാതത്തിൽ മദർ തെരേസയുടെ പ്രാർത്ഥന. ഒന്നും പറയാനില്ല, ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ വളർച്ച. അത് 3ാമത്തെ സ്റ്റേജ്. ഇപ്പം നമ്മളെയൊക്കെ വിളിക്കുന്നു, മുട്ടുകുത്തുക, ശാന്തമാവുക, ദൈവമാണെന്നറിയുക, ദൈവവുമായി ഏകാന്തയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുക. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഒരു രംഗം കാണാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ. അവിടെ നമ്മൾ കാണുന്നു, 2 യുദ്ധം നടക്കുന്നു. താഴ്വരയിൽ അമലോക്യരും ഇസ്രയേലും തമ്മിൽ, മലയുടെ മുകളിൽ മോശയും ദൈവവും തമ്മിൽ. മോശയുണ്ട്, മോശയ്ക്ക് കൂട്ടായി അഹറോനും ഹൂറുമുണ്ട്. ഇവർ മലമുകളിൽ നിൽക്കുക. മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ച സമയത്ത് താഴ്വരയിൽ ഇസ്രായേൽ ജയിച്ചു, തിന്മയുടെ അമലോക്യർ തോറ്റു. മോശ കൈ താഴ്ത്തിയിട്ടപ്പോൾ തിന്മയുടെ അമലോക്യർ ജയിച്ചു, നന്മയുടെ ഇസ്രായേൽ തോറ്റു. അവസാനം അഹറോനും ഹൂറും കൂടെ ഒരു വലിയ കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് മോശയുടെ 2 കൈകളും കല്ലിൽ താങ്ങി വെച്ചു. അത് താഴെ വീഴാതിരിക്കാൻ അവർ 2 പേരും താങ്ങിപ്പിടിച്ചു. വിരിക്കപ്പെട്ട കരങ്ങളുമായി സായാഹ്നം വരെ മോശ പ്രാർത്ഥിച്ചപ്പോൾ തിന്മയുടെ അമലോക്യർ തോറ്റു, നന്മയുടെ ഇസ്രായേൽ ജയിച്ചു. ഇന്ന് ലോകത്തിൽ തിന്മ പെരുകുന്നെങ്കിൽ, പാപം പെരുകുന്നെങ്കിൽ, ദൈവവിരുദ്ധ ശക്തികൾ, ദൈവനിഷേധികൾ വളരുന്നെങ്കിൽ, മോശയെ പോലെ കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ കൈതാഴ്ത്തിയിട്ടതാണ്. ഈ രാത്രി ആരാധനയിൽ ദൈവം പറയുന്നു, ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. ഒരമ്മയുടെ കരങ്ങൾ താഴുമ്പോൾ മക്കൾ പഴിച്ചു പോകും. ഒരപ്പൻ്റെ അമ്മയുടെയും കൈ താഴുമ്പോൾ മക്കൾ വഴിതെറ്റിപ്പോകും. അതേസമയം മാതാപിതാക്കളുടെ കരങ്ങൾ ഉയരുമ്പോൾ മക്കൾ നന്മയിലേക്ക് വരും, മക്കൾ നന്മയിലേക്ക് വരും. അതല്ലേ ക്രിസ്തു പറഞ്ഞത്, മാരക സർപ്പങ്ങളെ നീ കയ്യിലെടുക്കും. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ പറയുന്നു, വിഷസർപ്പങ്ങളെ നീ കയ്യിലെടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മൂർഖം പാമ്പിനെ എടുത്ത് കഴുത്തെ വളച്ചു വെക്കുമെന്നല്ല. പിന്നെയോ വിഷം തുപ്പുന്ന മക്കൾ, വിഷം തുപ്പുന്ന ജീവിത പങ്കാളി, മൂർഖം പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് വരുന്നവരെ പ്രാർത്ഥിച്ച് 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 ഒരു വ്യക്തി നേരെയാകും. മാരക സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇപ്പം നമ്മുടെ കരങ്ങൾ താന്നു പോകുമ്പോൾ, പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ ലോകത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകത്തിൽ അത്ഭുതങ്ങൾ വരുന്നു. തിന്മയുടെ അമലോക്യർ തോൽക്കുന്നു, നന്മയുടെ ഇസ്രായേൽ ജയിക്കുന്നു. അപ്പം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ശക്തി സംഭരിക്കുക, പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമ്മൾ മാറാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവം വരുത്തുന്ന മാറ്റങ്ങൾ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. നമ്മൾ പറയും മറുരൂപത്തിൻ്റെ മല, സഭാ പാരമ്പര്യങ്ങളിൽ പറയും താബോർ മല. ആ മലയുടെ മുകളിൽ യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരൊരു കാഴ്ച കണ്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രങ്ങൾ ധവളമയമായി വെട്ടിത്തിളങ്ങി. അവർ നോക്കുമ്പോൾ ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഒരു മേഘം വന്ന് മൂടി. മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇനി ഇവൻ പറയുന്നത് കേൾക്കുവിൻ. ഇവർ ഭയവികലരായി കമിഴ്ന്നു വീണു. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ യേശുവിനെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, വരൂ, നമുക്ക് പോകാം. പ്രാർത്ഥനയിൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന 3 മാറ്റങ്ങളെക്കുറിച്ച് എടുത്തു പഠിപ്പിക്കുകയാണ് ഇവിടെ. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന 3 വലിയ മാറ്റങ്ങൾ.
പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ സമ്മാനമാ മുഖപ്രകാശം. മുഖപ്രകാശം. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. ദൈവവുമായി നിരന്തരം ബന്ധപ്പെടുന്നവർക്ക് ഒരു പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് പറയുക, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ദൈവം ചരിത്രത്തിൽ വെളിപ്പെട്ടത് മുഴുവൻ പ്രകാശത്തിലാണ്. ദൈവമായ കർത്താവ് അതരം തുറന്ന് ആദ്യം പറഞ്ഞ വാക്കേതാ? ഉൽപ്പത്തി 1:3. ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആദ്യ സംസാര ശബ്ദം കേൾക്കാം. ആ വിഷയവിധ പ്രകാശം ഉണ്ടാകട്ടെ. ദൈവം ആദ്യം പറഞ്ഞത് പ്രകാശം ഉണ്ടാകട്ടെ. യുഗാദിയിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ യുഗാന്ത്യം വരെ ഈ പ്രകാശം നൽകുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 വർഷം യാത്ര ചെയ്തപ്പോൾ ദീപസ്തംഭത്തിൻ്റെ പ്രകാശമായി അവൻ കൂടെ നടന്നു. യേശു പിറന്ന രാത്രിയിൽ നക്ഷത്രത്തിൻ്റെ പ്രകാശമായി മുകളിൽ ജ്വലിച്ചു. യോഹന്നാൻ 8:12 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി സുവിശേഷം 5:13-14 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ, ദൈവം മണ്ണിൽ മരിച്ചപ്പോൾ പ്രകാശം മിഴിപൂട്ടി, സൂര്യൻ ഇരുണ്ടുപോയി. ദൈവം ഒരിടത്ത് പ്രകാശമുണ്ട്. സീനായി മലയിൽ മോശ ദൈവത്തെ കണ്ടത് മുൾപടർപ്പിൽ കത്തിജ്വലിക്കുന്ന പ്രകാശനാളത്തിൻ്റെ പ്രഭയിലാണ്. ദൈവം പ്രകാശമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നു ഒരു മുഖപ്രകാശം. അതുകൊണ്ടാണ് വിശുദ്ധരുടെ പടങ്ങളുടെ ചുറ്റും തലയുടെ ചുറ്റും ഒരു ചെറിയ പ്രകാശത്തിൻ്റെ പ്രഭാവലയം വരച്ചു വച്ചിരിക്കും. ദൈവവുമായി ബന്ധപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം പ്രകാശം. 2, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന രണ്ടാമതൊരു വലിയ ബോധ്യമാണ് വ്യക്തത. ദൈവം വ്യക്തത കൊടുക്കും പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക്. എന്താണ് ഈ വ്യക്തത? ഇന്നത്തെ അനുഭവങ്ങൾ നാളത്തെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വ്യക്തത. ഇന്നത്തെ എൻ്റെ അനുഭവങ്ങൾ നാളത്തെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വ്യക്തത. അതാണ് നമ്മൾ കാണുക. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നത് കൊണ്ട്. ആരാണ് മോശ, ഏലിയ? പഴയ നിയമത്തിൽ സഹനത്തിൻ്റെ പ്രതീകങ്ങളാണ്. പ്രവചനത്തിൻ്റെയും നിയമത്തിൻ്റെയും മേഖലയിൽ സഹനത്തിൻ്റെ പ്രതീകങ്ങളാണ് ഏലിയായും മോശയും. അവരെ രണ്ടുപേരെയും കാണിച്ചിട്ട് ദൈവം വ്യക്തമാക്കി കൊടുക്കുക, ഇവരുടെ സഹന പ്രവചനങ്ങൾ നാളെ യേശു ക്രിസ്തുവിൽ ജെറുസലേമിൽ പൂർത്തിയാകും. എൻ്റെ ഇന്നത്തെ ദുഃഖങ്ങളും ഇന്നത്തെ വേദനകളും ഇന്നത്തെ പരിശീലനങ്ങളും നാളത്തേക്ക് വേണ്ടി ദൈവം ഒരുക്കും എന്നുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടുന്നു. ഒരു വ്യക്തത പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പ്, എൻ്റെ എല്ലാ സഹനങ്ങളും എൻ്റെ എല്ലാ വേദനകളും നാളത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുന്നതാണ്. അതല്ലേ ജെറമിയ 29:11, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ഈ വ്യക്തതയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് കിട്ടുക. ചില തകർച്ചകൾ, ചില നൊമ്പരങ്ങൾ ജീവിതത്തിൽ വരുമ്പം മുറുമുറുക്കരുത്, പിറുപിറുക്കരുത്, ശപിക്കരുത്. വെറുതെ കണ്ണടച്ചിരിക്കുക. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പം നമുക്ക് ഏറ്റവും മോശം എന്ന് കരുതുന്ന, നമുക്ക് ഏറ്റവും വേദന തന്നു എന്ന് കരുതുന്ന അനുഭവങ്ങളിലും ദൈവം ഒളിച്ചു വെച്ച കൃപയുടെ അടയാളമുണ്ട്. സകല തകർച്ചകളും സകല നൊമ്പരങ്ങളും ദൈവകൃപയുടെ പ്രച്ഛന്ന വേഷങ്ങളാണ്. ഈ ഉറപ്പാണ് നമുക്ക് ലഭിക്കുക. ഒരു പദ്ധതിയുണ്ട്, നാശത്തിനല്ല നന്മയ്ക്കാണ്. ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബനാഥൻ എന്നും ഉച്ചയ്ക്ക് 12:30 ഇപ്പം ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഒരു ദിവസം വല്ലാതെ വിശന്നപ്പം 12 മണിക്ക് വന്നപ്പോൾ ഭക്ഷണത്തിനുള്ള പ്ലേറ്റ് കമഴ്ത്തി വെച്ചിരിക്കുന്നു. ഭക്ഷണം വിളമ്പിയിട്ടില്ല. അതിന് കീഴെ ഒരു നല്ല കവർ, ഒരു കത്ത് വന്ന ആ കവറ് ഈ പ്ലേറ്റിന് കീഴെ വെച്ചിരിക്കുന്നു. വിശപ്പ് കൊണ്ട് തലമരിക്കുക. എങ്കിലും കവറെടുത്ത് നോക്കിയപ്പം വലത്തോട് ചെരിശ്ശേരിച്ച് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് പ്രിയതമ, കേരളത്തിൽ നിന്നും പ്രിയതമന് ബോംബെയിലേക്ക് അയച്ച കത്താണ്. വിശപ്പോട് തലമരിക്കുന്നു. എങ്കിലും ഭാര്യയുടെ കത്തല്ലേ, പ്രതീക്ഷയോടെ കവർ പൊട്ടിച്ചു. ഒരു കടലാസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രിയപ്പെട്ട ചേട്ട, ഈ വിശപ്പ് കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറിയ വായിക്കുക. ആദ്യ ലൈൻ പ്രിയപ്പെട്ട ചേട്ട, പിന്നെ ഇവൾ അകത്തി എഴുതുന്ന രീതിയുണ്ട്. ചേട്ടന് സുഖമാണെന്ന് കരുതുന്നു. ഒരു കാര്യം പറഞ്ഞാൽ പ്രയാസപ്പെടരുത്.
നമ്മുടെ കൊച്ചിനെ ഒരു പാമ്പ് കടിച്ചു. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ്. പാമ്പ് കടിച്ചു എന്ന് കണ്ടപാടെ കണ്ണിൽ ഇരുട്ട്, വിശപ്പിൻ്റെ മരപ്പ്, വാർത്തയുടെ പെരുപ്പ്, കൂടം കൊണ്ട് അടികിട്ടിയതുപോലെ ഇയാൾ പകുതി ബോധം പറഞ്ഞ് ഊട്ടുമേശയിലേക്ക് കുനിഞ്ഞു വീണു. ആകെ തളർന്നുപോയി. 12:30 കഴിഞ്ഞപ്പം ജോലിക്കാർ വന്നപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ തളർന്ന് അബോധാവസ്ഥയിൽ എന്നപോലെ മേശയെ തലയും വെച്ച് കിടപ്പുണ്ട്. അവർ കയ്യിൽ നിന്നും കടലാസ് മേടിച്ച് വെട്ടത്തി വായിച്ചു. മുഖത്ത് വെള്ളം തെളിച്ചു. ഇയാൾ ലാഭത്തെളിച്ചുവിട്ട കോഴിയെപ്പോലെ പരതി എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, മൊത്തം ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വായിച്ചപ്പോഴാണ് കാണുക, പ്രിയപ്പെട്ട ചേട്ടാ, പറയുന്നതുകൊണ്ട് പ്രയാസം തോന്നരുത്, നമ്മുടെ കുട്ടിയെ ഒരു പാമ്പ് കടിച്ചു കേട്ടോ. അതിനല്പം കീഴെയായിട്ട്, പക്ഷേ സാരപ്പെട്ടില്ല, കടിച്ച് നീർക്കോലിപ്പാമ്പായിരുന്നു. അതിനുള്ള മരുന്ന് കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മാറാതിരുന്ന പഴയ കരപ്പനും ചൊറിയും മാറി തുടങ്ങിയിട്ടുണ്ട്. ദൈവകൃപ പാമ്പ് കെട്ടിയുടെ രൂപത്തിൽ വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം കൊച്ചും ഞാനും സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ ഈസ്റ്ററിന് വരുമ്പം ശേഷം കാര്യങ്ങൾ നേരി പറയാം, നിർത്തട്ടെ. ചേട്ടൻ്റെ സ്വന്തം തങ്കമ്മ ഉമ്മ എന്നും പറഞ്ഞ് കത്തങ്ങ് നിൽക്കുക. തുടങ്ങിയത് കുട്ടിയെ പാമ്പ് കടിച്ചെന്നും പറഞ്ഞാൽ തീരുന്ന തങ്കമ്മയുടെ ഉമ്മയായിട്ടാണ്. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചകളും നൊമ്പരങ്ങളും വേദനകളും വരുമ്പം നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും, തകർന്നു പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പം ഈ തകർച്ചകൾ, ഈ നൊമ്പരങ്ങൾ, ഈ വേദനകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നമുക്കൊരു നന്മയായിട്ട് രൂപപ്പെടും. അതുകൊണ്ടാണ് പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായിട്ട് ഒരുക്കുന്നു. ഈ ഒരു ബോധ്യം, ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക. എന്ത് നൊമ്പരത്തിലും എന്ത് തകർച്ചയിലും. ഇപ്പോൾ ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ സമ്മാനം മുഖപ്രകാശം. 2, ഒരു വ്യക്തത. 3, പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ആത്മവിശ്വാസവും ധൈര്യവും. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ദൈവം ധൈര്യം കൊടുക്കും. തോമാസ് ശ്ലീഹ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് പോകാം, അവനോടൊപ്പം പോയി മരിക്കാം. ഫ്രാൻസിസ് സേവ്യർ പ്രാർത്ഥനയുടെ ശക്തിയിൽ വിദൂരസ്ഥമായി ഇന്ത്യയിൽ വന്നു തീരപ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ഇന്ന് ഗോവയിൽ അഴുകാത്ത ശരീരമായി ബോം ജീസസ് ദേവാലയത്തിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു, വരൂ പോകാം. അപ്പം പ്രാർത്ഥന നമുക്ക് തരുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ധൈര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛന്, സിസ്റ്ററിന് സഭയിൽ ധൈര്യം. പ്രാർത്ഥിക്കുന്ന അപ്പന്, അമ്മയ്ക്ക് വീട്ടിൽ ധൈര്യം. പ്രാർത്ഥിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ധൈര്യം. പ്രാർത്ഥിക്കുന്നവർ ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് മനധൈര്യം. ആരെല്ലാം പ്രാർത്ഥിക്കുമോ അവർക്കെല്ലാം ദൈവം കൊടുക്കുന്നു ഒരു മനധൈര്യം, മാനസികമായ ധൈര്യം. അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുമ്പം എന്തിനെ ഏതിനെയും അതിജീവിക്കാനുള്ള ഒരു വിൽ പവർ, ഒരാന്തരികമായ ശക്തി ദൈവം നമുക്ക് തരുന്നു. പ്രാർത്ഥനയിൽ കിട്ടുന്ന ഒരു വലിയ ധൈര്യം. ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രേയർ ഈസ് പവർ. പ്രാർത്ഥനയാണ് ശക്തി. എഴുതിയത് ഫ്രാൻസിലെ നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ അലക്സിസ് കാൾ എഴുതിയ പുസ്തകമാണ് പ്രേയർ ഈസ് പവർ. പ്രാർത്ഥനയാണ് ശക്തി. ആ പുസ്തകത്തിൽ അദ്ദേഹം, ഈ അലക്സിസ് കാൾ ആരാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദിയായ ഫ്രാൻസിലെ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് ലൂർദിൽ മാതാവിൻ്റെ തീർത്ഥാടക സ്ഥലത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അവിടെ ചെന്ന് 1 മാസം താമസിക്കാൻ എന്നെ അനുവദിച്ചാൽ ലൂർദിലെ അത്ഭുതങ്ങൾ കള്ളത്തരമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. സഭ അനുവദിച്ചു. 1 മാസം താമസിച്ചപ്പോൾ അവിടെ നടന്ന അത്ഭുതങ്ങൾ അദ്ദേഹത്തെ അത്ഭുതസ്തബ്ധനാക്കി. 3 മാസം നീട്ടി ചോദിച്ചു. സഭ വീണ്ടും അനുവാദം കൊടുത്തു. 3 മാസങ്ങൾക്ക് ശേഷം ലൂർദിലെ അത്ഭുതങ്ങൾ കണ്ട് ബോധ്യമുറഞ്ഞ ആ മനുഷ്യൻ നിരീശ്വരവാദിയായ ഫ്രാൻസിലെ ഡോക്ടർ അലക്സിസ് കാൾ എഴുതിയ പുസ്തകമാണ് പ്രാർത്ഥനയാണ് ശക്തി. അദ്ദേഹം ഡോക്ടറായുള്ള പറയുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ 4 മേഖലകളിൽ അത്ഭുതം നടക്കും. 1, ഹൃദയത്തിൻ്റെ ഇടിപ്പ്. 2, തലച്ചോറിൻ്റെ പ്രവർത്തനം. 3, പേശീവ്യൂഹത്തിൻ്റെ പിരിമുറുക്കം. 4, ത്വക്കിൻ്റെ സംവേദനക്ഷമത. 4 മേഖലകളിൽ വലിയ മാറ്റം വരുന്നു പ്രാർത്ഥിക്കുമ്പം. അദ്ദേഹം പറയുകയാണ്, ലോകത്ത് ഏറ്റവും വലിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഏറ്റവും വലിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. അപ്പം പലപ്പോഴും ഈ ഊർജ്ജം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ ഊർജ്ജം ദൈവം നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് സമ്മാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിക്കുക, പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുക. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും കൂടെ പരീക്ഷ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചതുപോലെ. ബോബനും മോളിയും
സാമൂഹ്യ പാഠത്തിൻ്റെ പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ കഴിഞ്ഞ് ബോബനും മോളിയും വീട്ടിൽ വന്നു. പ്രാർത്ഥനാ മുറിയിൽ കയറി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ബോബനും മോളിയും പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഗംഗാ നദിയും യമുനാ നദിയും പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. ഇതായിരുന്നു പ്രാർത്ഥന. കാരണം സാമൂഹ്യ പാഠത്തിൻ്റെ പരീക്ഷ പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര്: ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ. പരീക്ഷാവുളി കഴിയുമ്പം ഉത്തരവറിയത്തില്ലാത്ത കുട്ടികൾ മുകളിലത്തെ ഉത്തരത്തെ നോക്കിയിട്ട് പേന കറക്കി ഒരു കുത്തുണ്ട്. ബോബനും മോളിയും കറക്കി കുത്തുകൊണ്ടത് പാകിസ്ഥാനിട്ട് എടുത്തെഴുതി പാകിസ്ഥാൻ. പുറത്തിറങ്ങിയപ്പം വിവരമുള്ള കുട്ടികൾ പറഞ്ഞു, മണ്ടച്ചാരയെ മണ്ടി. ഗംഗായും യമുനായും ഒഴുകുന്നത് പാകിസ്ഥാനിൽ കൂടെയാണോ, ഭാരതത്തിൽ കൂടെയല്ലേ? ഇനി ബോബനും മോളിക്കും ഒരു മാർക്ക് കിട്ടണോ? ദൈവമായ കർത്താവ് ഒരു വലിയ കോലും കൊണ്ടുവന്ന് ഗംഗായും യമുനായും കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ ഒഴുകിയാൽ ബോബനും മോളിക്കും സാമൂഹ്യ പാഠത്തിന് ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, ചില കാര്യം നമ്മൾ തീരുമാനിച്ചു വെച്ചു, ദൈവമേ നടത്തി തന്നേക്കണം, ഞാനങ്ങ് തീരുമാനിച്ചു, ഞാനങ്ങ് ഉറപ്പിച്ചു, നീ നടത്തി തരണം. അതരം കൊണ്ട് ചെല്ലും, നിന്നെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പക്ഷേ ഹൃദയത്തിൽ നമ്മൾ പറയും, നിന്നെ തിരുമനസ് തൽക്കാലം സ്വർഗത്തിലിരിക്കട്ടെ, ഭൂമിയിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതല്ലേ മനുഷ്യൻ്റെ മനോഭാവം പ്രാർത്ഥനയിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറെ ആരെയും നമുക്ക് ആശ്രയിക്കാനില്ല. ഭർത്താവിനെ അമിതമായി ആശ്രയിച്ചാൽ ഭർത്താവിൻ്റെ മട്ടുമാറുമ്പം ഭാര്യ തകർന്നു പോകും. ഭാര്യയെ അമിതമായി ആശ്രയിച്ചാൽ ഭാര്യയുടെ ഭാവം മാറുമ്പം ഭർത്താവ് ആകപ്പാടെ തളർന്നു പോകും. കുഞ്ഞുങ്ങളെ അമിതമായി ആശ്രയിച്ചാൽ മക്കൾ പെണ്ണ് കെട്ടി മാറിക്കഴിയുമ്പം അവിടെ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പോൾ മാതാപിതാക്കൾ തകർന്നു പോകും. ആത്മമിത്രങ്ങളെ അമിതമായി ആശ്രയിച്ചാൽ ആ മിത്രങ്ങൾക്ക് സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പം നമ്മൾ തളർന്നു പോകും. പക്ഷേ മാറ്റമില്ലാത്തവൻ ദൈവം മാത്രം. മാറ്റമില്ലാത്ത ദൈവത്തിൽ ആശ്രയിച്ചാൽ നിരാശപ്പെടുകയില്ല. അതാണ് 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. വേറെ എവിടെ ആശ്രയിച്ചാലും നിരാശയാ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിയോൻ മല പോലെ, സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ആ ഉറപ്പാണ് പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യം. നമ്മുടെ ദേഹത്തെ അമിതമായി ആശ്രയിക്കരുത്. ഈ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഡെങ്കിപ്പനി വന്നപ്പം എത്ര പേരാ പെട്ടെന്ന് മരിച്ചു പോയത്. ആരോഗ്യത്തിൽ അർത്ഥമില്ല. മുടിക്ക് നീളമുണ്ടെന്നോർത്ത് ഞെളിയരുത്. ഒരു താരം വന്നാൽ അത് മൂടോടെ പറഞ്ഞു പോകും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. പല്ലിന് ഷെയ്പ്പുണ്ടെന്നോർത്ത് ഞെളിയരുത്. ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടാൽ ഒരു നേരം പല്ല് എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. ഇതല്ലേ നമ്മുടെ ലോകം. നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രം. വേറെ എവിടെ ആശ്രയിച്ചാലും നിരാശയാണ് ഫലം. ശരീരത്തെക്കുറിച്ച് അമിതമായി വ്യഗ്രതയരുത്. ചില ആൾക്കാർക്ക് ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു വ്യഗ്രതയാണ്. അവിടെയാണ് യേശു പറയുക, ഉപവാസവും പ്രാർത്ഥനയും വേണം. ഉപവാസം ശരീരത്തിന് വേണ്ടി, പ്രാർത്ഥന ആത്മാവിന് വേണ്ടി. ശരീരത്തിന് ഉപവാസം, ആത്മാവിന് പ്രാർത്ഥന. അപ്പം നമ്മൾ ഈ ചില ആൾക്കാർക്ക് ശരീരത്തെക്കുറിച്ച് എന്തോ ഒരു വ്യഗ്രതയാണ്. 2 ചുമച്ചാൽ മതി, ടി വിയുടെ ആരംഭമാണോ ചുമച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് വേർത്താൽ മതി, പ്രഷറാണോ. ഊരിയിട്ട തുണിയിലൂടെ 2 ഉറുമ്പ് കയറിപ്പോയാൽ മതി, അയ്യോ ഉറുമ്പ് കയറി പോകുന്നു. ഷുഗറിൻ്റെ ആരംഭമാണോ അല്ലയോ? നമുക്കെന്തോ ഒരു ടെൻഷനാണ് ഈ ദേഹത്തെക്കുറിച്ച്. ശരീരത്തെക്കുറിച്ച് അമിതമായ ടെൻഷൻ ആവശ്യമില്ല. ശരീരമെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ പുഴുവിൻ്റെ പലഹാരങ്ങൾ നമ്മുടെ ദേഹം മുഴുക്കും തോറും പള്ളിയുടെ പരിസരത്തെ പുഴുക്കൾ നമ്മളെ നോക്കി ചിരിക്കുന്നു. നല്ല സുന്ദരി പെണ്ണുങ്ങൾ 1-ാം തരം സാരിയും ബ്ലൗസും ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഹായുടെ ഇളയ പെങ്ങൾ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പള്ളിയുടെ പരിസരത്തിരുന്ന് ഒരുപാട് പുഴുക്കൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നു. എന്നാ പറഞ്ഞുകൊണ്ട് പിന്നെ നാളത്തെ പലഹാരങ്ങൾ നടന്നു പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇത്രയുള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയാൻ. നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രം. ലോകത്തൊന്നിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയില്ല. തമ്പുരാൻ്റെ അടുക്കൽ മാത്രം നമ്മുടെ ആശ്രയം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് അമിതമായ വ്യഗ്രത വേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. എങ്കിൽ കർത്താവായ യേശു പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ 5 രീതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ഈ 1 മണിക്കൂർ നമുക്കിവിടെ പൂർത്തിയായിട്ട് വരികയാണ്. കർത്താവായ യേശു പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിക്കുന്നു.
ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട 5 രീതികൾ. 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അതാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഒരു ജനസമൂഹത്തിൽ യേശു തിക്കി ഞെക്കി ഞെരിഞ്ഞ് നടന്നു പോയപ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. വിശ്വാസത്തോടെ ആ നിമിഷം രക്തസ്രാവം വിട്ടുമാറി. അവൾ പേടിച്ചു വിറച്ചു. സാധാരണഗതിയിൽ രോഗം മാറുമ്പോൾ സന്തോഷിക്കുക വേണ്ടത്, പക്ഷെ അവൾ പേടിച്ചു വിറച്ചു എന്നാണ് പറയുക. അതിൻ്റെ കാരണം യഹൂദ പാരമ്പര്യത്തിൽ രോഗശാന്തി ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണ്. അപ്പോൾ ഈ വ്യക്തിയുടെ സ്വകാര്യ സ്വത്തായ രോഗശാന്തി വ്യക്തിയുടെ അനുവാദമില്ലാതെ ചോർത്തിയെടുത്താൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെടും. അതുകൊണ്ട് ഇവൾ പേടിച്ചു വിറച്ചു എന്നാണ് പറയുക. അവൾ പേടിച്ചു വിറച്ചു. യേശു തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. യേശു പറഞ്ഞു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഒരു കാര്യം ചോദിക്കുമ്പം അത് കിട്ടും എന്നുള്ള ഉറപ്പ്, ബോധ്യം, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. പലപ്പോഴും നമ്മളിങ്ങനെ അതര വ്യായാമമാണ്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പറയും, കിട്ടുമോ ഇല്ലയോ നമുക്ക് ഉറപ്പൊന്നുമില്ല അങ്ങ് പറയുന്നു. മാർച്ച് മാസത്തിലെ കൊടും വെയിലത്ത് ഉച്ച കഴിഞ്ഞ് 2:30 മണി സമയത്ത് 35 വയസ്സുള്ള അപ്പനും 30 വയസ്സുള്ള അമ്മയും കൂടെ പള്ളിയിൽ പോകുന്നു. 7 വയസ്സുള്ള മോൻ ചോദിച്ചു, ഡാഡിയും മമ്മിയും എവിടെ പോവുക? അവർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോവുക. എന്നാത്തിനാ? മഴ പെയ്യാനുള്ള പ്രാർത്ഥന വികാരിയച്ഛൻ പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോവുക. അപ്പോൾ 7 വയസ്സുകാരൻ്റെ ന്യായമായ സംശയം, നിങ്ങളെന്തേ കുടയില്ലാതെ പോകുന്നു? അപ്പനും അമ്മയും അച്ഛനെ സൂപ്പിക്കാൻ പോകുന്നതാ. കൊച്ചിനറിയാം ഇത് മഴ കിട്ടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഇതാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. യാക്കോബിൻ്റെ 12 മക്കൾക്കായി ജോഷുവ കാനാൻ ദേശം വീതം വെച്ചു കൊടുത്തു. കാനാൻ ദേശത്തിൻ്റെ 1/3 ജോഷുവായുടെയും ഇസ്രായേൽക്കാർക്കും കിട്ടിയിട്ടുണ്ട്. കയ്യിൽ കിട്ടാത്ത 1/2 കൂടെയാണ് ജോഷുവ വീതം വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടേതല്ലാത്ത ദേശം, നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ദേശം ഏതധികാരത്തിലാണ് വീതം വെച്ച് തരുന്നത്? അപ്പോൾ ജോഷുവ പറഞ്ഞു, ദൈവം തരാമെന്ന് പറഞ്ഞാൽ തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഉറപ്പിൽ കൊടുത്തു. പിന്നീട് അതും കൂടെ കിട്ടി. നോർത്ത് നോക്കിക്കേ, ഒരു അപ്പൻ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തപ്പം ഇളയവൻ്റെ ഷെയർ കുറഞ്ഞു പോയി. ഉടനെ അപ്പം പറയുക, സാരമില്ല മോനെ, കോഴിക്കോട് ഗുരുവായൂർ റോഡ് നിനക്കുള്ളതാ, എടുത്തോന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മക്കൾ സമ്മതിക്കുമോ? ഇതുപോലെയാണ് ജോഷുവ ഒരു ദേശം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എടുത്തോ, ദൈവം തരും എന്നുള്ള ഒറ്റ ഉറപ്പ്. വിശ്വാസത്തോടെ കൊടുത്തു, അത്ഭുതങ്ങൾ നടന്നു. അതുകൊണ്ടാണ് പറയുക, നമുക്ക് നല്ല വിശ്വാസം വേണം. ഒരു കാര്യം ചോദിച്ചാൽ കിട്ടുമെന്നുള്ള വിശ്വാസം. അതല്ലേ മഗ്ദലക്കാരി മറിയം പറഞ്ഞത്, എൻ്റെ ഗുരുവിനെ എവിടെ വെച്ചെന്ന് പറയുക, അവനെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഈ ഒരു ദാർഢ്യം വേണം, പിടിവാശി വേണം. ഈ കുഞ്ഞു പിള്ളേരെ സംബന്ധിച്ച് അവരുടെ ഹൈക്കമാൻഡ് അപ്പനും അമ്മയുമാണ്. അമ്മ പറഞ്ഞാൽ പിന്നെ അവർക്ക് അപ്പീലില്ല. ഇതാണ് അമ്മയിലുള്ള വിശ്വാസം. ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനോട് അമ്മ പറയുക, മുകളിലേക്ക് നോക്കി, ദാണ്ട് ഒരു കപ്പൽ പോകുന്നു, കൊച്ചാകാശത്ത് നോക്കും. കാരണം പറഞ്ഞത് അമ്മയാണ്. കുഞ്ഞിൻ്റെ വിശ്വാസം അമ്മയിലാണ്. ഇതുപോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. കുഞ്ഞു പിള്ളേർക്ക് അമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം അപ്പീലില്ലല്ലോ. ഇതുപോലെ ദൈവത്തിനപ്പുറം നമുക്കൊരു ഹൈക്കമാൻഡ് ഇല്ല. ആ ഒരു ഉറപ്പ്. കോട്ടയത്ത് നിന്നും 2 കൊച്ചു ആൺകുട്ടികൾ തിരുവനന്തപുരം ബസ്സിൽ കയറി, ട്രാൻസ്പോർട്ട് ബസ്സിൽ. കുറച്ച് കഴിഞ്ഞ് കണ്ടക്ടറോട് പറഞ്ഞു, സാറേ തിരുവല്ല ആവുമ്പം ഞങ്ങളോട് ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ പറഞ്ഞു, മക്കൾ അവിടെ പോയിരുന്നു ഉറങ്ങിക്കൂ, തിരുവല്ല ആകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ചിങ്ങവനം എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചു, സാറേ ഇതാണോ തിരുവല്ല? മെനക്കെടുത്താതെ പോടാ, ആകുമ്പം പറയാമെന്ന് പറഞ്ഞില്ലേ, പോയി ഇരിക്കാൻ പറഞ്ഞു. ഇവർ പേടിച്ചു പോയി. ഇവർ ചെന്നിരുന്നു. ചങ്ങനാശ്ശേരി ആയപ്പോൾ ഒന്ന് നോക്കി, കണ്ടക്ടർ കണ്ണുരുട്ടി. ഇരിക്കാനല്ലേ പറഞ്ഞത്, ആകുമ്പം പറഞ്ഞേക്കാം. ഇവർ ഉറങ്ങിപ്പോയി, കണ്ടക്ടറും ഉറങ്ങിപ്പോയി. തിരുവല്ല ആയപ്പോൾ ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ തിരുവല്ല ആകുമ്പം പറയണമെന്ന്. എന്നിട്ട് വണ്ടി പുറകോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റാൻഡ് വിട്ട വണ്ടി പുറകോട്ട് കൊണ്ടുവരിപ്പിച്ചു. കണ്ടക്ടറെ കരിശം വന്നു. കണ്ടക്ടർ പറഞ്ഞു, എഴുന്നേറ്റ് പോടാ,
മെനക്കെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു. തിരുവല്ല തിരുവല്ല പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു വേണ്ട സാറേ പോകുമൊന്നും വേണ്ട. പിന്നെയും അല്ല അമ്മ പറഞ്ഞായിരുന്നു തിരുവല്ലായിൽ ചെല്ലുമ്പം ചോറും പൊതി ഒഴിച്ച് ഉണ്ടോണോ എന്നാണ് പറഞ്ഞത്. അതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ഹൈക്കമാൻഡ് അമ്മയാണ്, അപ്പനാണ്. ഇതുപോലെ ഒരു വ്യക്തിയുടെ ഹൈക്കമാൻഡ് ദൈവമാണ്. അതിനപ്പുറത്തൊരു അപ്പീലില്ല. അവിടെയാണ് പറയുക കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കുക. കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കുമ്പം കുഞ്ഞുങ്ങൾ ഒരമ്മയിൽ വിശ്വസിക്കുന്ന പോലെ, അപ്പനെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കുക. നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. 2 ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ. യേശു പറയുന്നു ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. സാവൂൾ അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു, ഉപവാസത്തോടെ. സാവൂളിൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നു വീണു. സാവൂൾ പൗലോസായിട്ട് മാറുകയാണ്. ചെതുമ്പൽ പോലെ അടർന്നു വീഴുന്നു. ആ സാവൂൾ പൗലോസായിട്ട് മാറുകയാണ്. ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. നമ്മളോട് ആരെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം പറഞ്ഞേൽപ്പിച്ചാൽ ഒരു ഭക്ഷണം വെടിഞ്ഞ് അല്പം ത്യാഗമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുപക്ഷെ ഒരു പഴമായിരിക്കാം, കേക്കായിരിക്കാം, എന്തെങ്കിലും പ്രത്യേക സാധനമായിരിക്കും, അത് വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ, ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട്. അതുകൊണ്ടാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഭരണങ്ങാനത്തൊക്കെ പരീക്ഷയുടെ ദിവസങ്ങളിൽ അസീസിയുടെ നിത്യാദരണ കപ്പലെ വന്നിട്ട് മണലിൽ 3 മണിക്കൂർ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ. മക്കൾക്ക് പരീക്ഷയിൽ നല്ല ഉത്തരം എഴുതാനും മറവി ഉണ്ടാകാതിരിക്കാൻ ത്യാഗം. ഒരു ഭാര്യ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിൽ വലിയ മാറ്റം വരും. ഒരു ഭർത്താവ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യയിൽ മാറ്റം വരും. മാതാപിതാക്കൾ ത്യാഗമെടുക്കുമ്പോൾ മക്കളിൽ മാറ്റം വരും. അച്ഛന്മാർ ശിശേശ്വക ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ചില ത്യാഗമനുഷ്ഠിക്കുമ്പോൾ സഭയിൽ മാറ്റം വരും. എവിടെയെല്ലാം ഒരു ത്യാഗമുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. അപ്പോൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുക. 3 പ്രാർത്ഥന കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യേശു പഠിപ്പിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏങ്ങലടിച്ച് കരയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പറയുക നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിൽ ക്രിസ്തു 2 പ്രാവശ്യം കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. 2 അവസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ. 1 മത്തായി 23-ന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 23-ന്റെ അവസാന വാക്യങ്ങൾ. ഒലിവുമല ഇറങ്ങി വരുന്ന യേശു ബത്ഫഗയിൽ നിന്ന് അക്കരെയുള്ള ജെറുസലേമിനെ നോക്കി കണ്ണ് നിറഞ്ഞ് പറയുക, ജെറുസലേം ജെറുസലേം, പിടക്കോടി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകിൽ ഒതുക്കുന്നത് പോലെ ഞാൻ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ ദുരിതം. മത്തായി സുവിശേഷം 23-ന്റെ അവസാന വാക്യങ്ങളും 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാം. 2ാമത് യേശു കരയുന്നത് യോഹന്നാൻ 11:35. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയൊരു വചനം. യേശു കരഞ്ഞു. യോഹന്നാൻ 11:35. യേശു കരഞ്ഞു. കണ്ണുനീരോടുകൂടി യേശു പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. എന്ത് സംഭവിച്ചു? 2 പ്രാവശ്യം ക്രിസ്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ 2 വലിയ അത്ഭുതങ്ങൾ ലോകത്തുണ്ടായി. ആദ്യം ബത്ഫഗയിൽ നിന്ന് ജെറുസലേമിനെ നോക്കി കണ്ണു നിറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. യോഹന്നാൻ 11:35 ലാസറിൻ്റെ ശവകുടീരത്തിൽ നിന്ന് അവൻ കരഞ്ഞപ്പോൾ മരിച്ചിട്ട് 4 നാളായ ലാസർ അഴുകാത്ത ശരീരത്തോടെ പ്രേതശീലകളാൽ ബന്ധിതനായി കല്ലറയിൽ നിന്നും പുറത്തു വന്നു. 2 പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ 2 വലിയ അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ നമ്മളോടും പറയുന്നു കരഞ്ഞുള്ള പ്രാർത്ഥന. പ്രപഞ്ചം മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു പാഠം, എവിടെ കണ്ണുനീരുണ്ടോ അവിടെ വലിയ മാറ്റമുണ്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിച്ച് കൊത്താൻ വരും. ആട്ടുംകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കൊമ്പ് കൊലുക്കും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിക്കും.
ആട്ടും കുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കൊമ്പ് കുലുക്കും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ള പശു കുത്താൻ വരും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ കുർബാനയിലെ തമ്പുരാൻ ഇറങ്ങി വരും. വേദപുസ്തകത്തിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ ബൈബിളിലെ ദൈവം ഇറങ്ങി വരും. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരവുണ്ട്, ഫലമുണ്ട്. അതുകൊണ്ടാണ് ഈ ജെറുസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക. ജെറുസലേം പുത്രിമാരെ, എന്നെക്കുറിച്ച് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക. ഇപ്പം ഉള്ളിത്തട്ടി നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി കരഞ്ഞുള്ള പ്രാർത്ഥന, തീഷ്ണമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഫലമുണ്ട്. ഇപ്പോൾ 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 2, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. 3, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 4, പ്രാർത്ഥനയുടെ 4ാമത്തെ രീതി യേശു പഠിപ്പിക്കുന്നത് നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. അതാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ലൂക്ക 18, 1 മുതൽ 8 വരെ വാക്യങ്ങൾ. നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കണം. അവിടെ പറയുകയാണ്, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ അരുളി ചെയ്തു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ആരാണോ കൂടുതൽ കൈക്കൂലി കൊടുത്തത് അവർക്ക് അനുകൂലമായി നീതി നടത്തിക്കൊടുത്ത ഒരു ജഡ്ജി. ഒരു വിധവ പൈസ കൊടുക്കാനില്ലാത്തവൾ വലിയവായിലെ കരഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്നു. അവസാനം അവളുടെ നിലവിളി മാറ്റാൻ വേണ്ടി അവൾക്ക് നീതി നടത്തിക്കൊടുത്തു. എന്നിട്ട് പറയുക, ക്രൂരനായ ന്യായാധിപൻ വിധവയുടെ കണ്ണുനീരിന് മുമ്പിൽ മനസ്സ് മാറിയെങ്കിൽ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് സ്വർഗസ്നായ പിതാവ് എത്രയധികമായി കരുണ കാണിക്കില്ല, ആത്മാവിനെ നൽകുകയില്ല. നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. യേശുവിനറിയാം, യേശുവിൻ്റെ കാലഘട്ടത്തിലും അന്നും ഇന്നും എന്നും ഒരു കാര്യം നടക്കാൻ ഏറ്റവും കാലതാമസം എടുക്കുന്നത് കോടതിയിലാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പം കോടതിയുടെ അന്തരീക്ഷം പറഞ്ഞു തരിക. ദൈവം പ്രവർത്തിക്കാനും ചിലപ്പം കാലതാമസം എടുക്കും. അതല്ലേ വേദപുസ്തകം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി നീണ്ട കാലം കാത്തിരുന്നു. അബ്രാഹം, പൂർവ്വപിതാവായ അബ്രാഹം കല്യാണം കഴിച്ചപ്പം വയസ്സ് 18, കൊച്ചുണ്ടാകുമെന്ന് വാഗ്ദാനം കിട്ടിയത് 75-ാം വയസ്സിൽ. കല്യാണം കഴിഞ്ഞ് 57 വർഷം കാത്തിരുന്നപ്പോഴാണ് ഒരു കുഞ്ഞിക്കാലിൻ്റെ വാഗ്ദാനം ദൈവത്തിൽ നിന്ന് വരിക. കൊച്ചുണ്ടായതോ വാഗ്ദാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്ന 100-ാം വയസ്സിലാണ് കുഞ്ഞുണ്ടാവുക. നീണ്ടകാലം കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ ഓരോന്നും നീണ്ടകാലം കാത്തിരുന്നിട്ടാണ്. അബ്രാഹം അപ്പനായത് 100-ാം വയസ്സിൽ, മോശ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് 80-ാം വയസ്സിൽ, ഹന്ന സാമൂലിൻ്റെ അമ്മയായത് വാർദ്ധക്യത്തിൽ, സക്കറിയ അപ്പനായതും എലിസബത്ത് അമ്മയായതും വാർദ്ധക്യത്തിൽ. നീണ്ടകാല കാത്തിരിപ്പിന് ശേഷമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറുക. ചില കാര്യങ്ങൾക്ക് ക്ഷമ വേണം. കാത്തിരുന്നുള്ള പ്രാർത്ഥന, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കുക. ചിലപ്പം നൊവേനയ്ക്ക് 3 ദിവസം പോയപ്പോഴത്തേക്ക് കാര്യം നടന്നു. ചിലപ്പം 9 നൊവേന 9 പ്രാവശ്യം കൂടിയിട്ടും ഒരനക്കവും ഇല്ല. ചില തമ്പുരാനെന്ന് വിളിച്ചപ്പം മാറ്റമായി. അത് ദൈവത്തിൻ്റെ നീതിയെ നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ നിരാശപ്പെടരുത്, ചോദിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം ചോദിക്കണം. വിധവ ന്യായാധിപനെ ശല്യപ്പെടുത്തതുപോലെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തോട് ചോദിക്കണം. അവസാനമായിട്ട് പറയുന്നു, എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമയോടെ പ്രാർത്ഥിക്കണം. എന്താണ് എളിമ? ലൂക്കാസ് സുവിശേഷം 18, 9 മുതലുള്ള വാക്യങ്ങൾ. പരിസേയനും ചുങ്കക്കാരനും. ചുങ്കക്കാരൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, പരിസേയൻ എളിമയോടെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ അഹന്തയോടെ പ്രാർത്ഥിച്ചു, പരിസേയൻ ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു, പരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു. ക്രിസ്തു പറഞ്ഞു, അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച പരിസേയൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. എളിമയോടെ പ്രാർത്ഥിക്കണം. ഒരിക്കലും അഹങ്കാരം വരുത്. ഞാൻ ഇന്ന ജോലിക്കാരനാണ്, ഇന്ന വീട്ടിലെയാണ്, ഇന്ന കുലവാണ്, ഇന്ന മഹിമയാണ്, ഇതൊന്നും പാടില്ല. അഹങ്കാരമുള്ളിടത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. എളിമപ്പെടുമ്പോൾ, വിനയപ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നീ എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. എളിമയോടെയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ചോദിച്ചോണം. നോക്ക് എന്ത് പ്രാർത്ഥനയായിരിക്കുന്നത്. എത്ര പേര് ചോദിച്ച പ്രാർത്ഥനകളാണ് കെട്ടുകെട്ടായിട്ടിരിക്കുക തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ. എത്ര പേരെ ഈ നിമിഷം ടെലിഫോണിലൂടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അച്ഛന്മാരോടോ സിസ്റ്റേഴ്സിനോടോ പ്രായമായ കാരണവന്മാരോടോ പ്രാർത്ഥനാരൂപ അംഗങ്ങളോടൊക്കെ നമ്മുടെ കാര്യം പറയണം. നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കണം.
അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ എളിമയാണ്. നമ്മളങ്ങനെ ഏൽപ്പിക്കുമ്പം ദൈവം നമ്മുടെ എളിമ കാണുന്നു. കാരണം നമ്മൾ പറയുന്നത് എന്താ, എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് എന്തോ കുറവുണ്ട്, അതുകൊണ്ട് ഇങ്ങേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കുറവിനെ അംഗീകരിച്ച് മറ്റേയാളുടെ നന്മയെ അംഗീകരിക്കുകയാണ്. അങ്ങനെ പറയുമ്പം ദൈവം കേട്ടു തുടങ്ങും. ധ്യാനമന്ദിരങ്ങളിലേക്ക് കത്തെഴുതി കാര്യങ്ങൾ പറയണം. പ്രാർത്ഥനാരൂപങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയണം. കാരണം നമ്മളിങ്ങനെ കത്തെഴുതുമ്പോൾ പ്രാർത്ഥന ഏൽപ്പിക്കുമ്പോൾ ദൈവം കണ്ടു. പിന്നെ പ്രാർത്ഥന ഏറ്റവും മറന്നാലും ദൈവം മറക്കുകയില്ല. ആ നിമിഷം മുതൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ എളിമയെ അനുഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ ഞങ്ങളുടെ ഒരു വലിയ റാണിഗിരി പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 2ാം ശനിയാഴ്ചകളിലും ഒരുപാട് പേര് അന്ന് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ഒരു ദിവസം വിഴിഞ്ഞത്തുള്ള ഒരു പ്രായമുള്ള, അന്ന് 65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി ധ്യാനം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ പള്ളിയുടെ ആനവാതിലിൻ്റെ അവിടെ വന്ന് ദുഃഖത്തോടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ആൻറ്റി? ഉടനെ പറഞ്ഞു, അച്ഛാ, കെട്ടിയവൻ അബുദാബിയിലാണ്, അറബി ക്രൂരനാണ്, 85,000 രൂപ അറബി ഇനി കൊടുത്തു തീർക്കാനുണ്ട്. ഇവിടെ ഇതുപോലെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞപ്പം കെട്ടിയവൻ പറഞ്ഞടി, അച്ഛനോട് പറഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിപ്പിച്ച് അറബി മനസ്സ് മാറി രൂപ തരികയാണെങ്കിൽ അതിൻ്റെ 10-1 8,500 രൂപ അച്ഛൻ്റെ ആശ്രമത്തിലെ ശുശ്രൂഷകൾക്ക് ദാനമായിട്ട് കൊടുത്തേക്കാം, നീ വാക്ക് കൊടുത്തേരെ. ആൻറ്റി പറഞ്ഞു, അച്ഛാ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, കിട്ടിയാൽ 8,500 അച്ഛനും കിട്ടും. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥിച്ചേക്കാം. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ഞാൻ ഈ വിഷയം മറന്നുപോയി. പിറ്റേ 2ാം ശനിയാഴ്ച എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒരു ചെറിയ ചിരിയുമായി ആശ്രമ മുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ എന്നെ നോക്കിയിരിക്കുന്നു. അപ്പോഴാ കഴിഞ്ഞ മാസം കൊടുത്ത വാക്ക് ഓർമ്മ വന്നത്. എനിക്കൊരു പമ്മലെ ജാളിയത. ഞാൻ സാവധാനം അടുക്കിച്ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ആൻറ്റി, അറബിക്ക് മാറ്റം വല്ലതും വന്നു? എൻ്റെ അച്ഛ മാറ്റം വന്നോന്ന്. അച്ഛനോട് പറഞ്ഞിട്ട് അതിൻ്റെ 10ാം ദിവസം അറബി 85,000 രൂപ കൊടുത്ത് തീർത്തു. ഇന്ന് രാവിലെ കെട്ടിയവൻ റെഡി, അച്ഛൻ്റെ തീഷ്ണമായ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അറബിയുടെ മനസ്സ് മാറിയത്. അതുകൊണ്ട് 8,500 രൂപ അച്ഛന് കൊടുത്തേക്കണം ഉണ്ടച്ചാന്നും പറഞ്ഞ് വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് കടലാസ് ചുരുട്ടി വെച്ച 100-ന്റെ 85 നോട്ട് വിടർത്തി തന്നു. മത്തിയുടെ ചെതുമ്പിലും അയലയുടെ ഉളുമ്പുമുള്ള 100-ന്റെ 85 നോട്ട്. പൈസയല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, തന്നേരെ, ഇനിയും പ്രശ്നം വരുമ്പം എന്നോട് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ മറന്നാലും ദൈവം മറക്കുകയില്ല. പ്രാർത്ഥന ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം മറക്കുകയില്ല. ആ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പം ഇന്ന് ഉള്ളുരുകി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു പറയുന്നു, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. പരിശുദ്ധി അമ്മ പ്രാർത്ഥിച്ചപ്പോൾ മംഗളവാർത്ത, യേശു പ്രാർത്ഥിച്ചപ്പോൾ കുരിശെടുക്കാനുള്ള ശക്തി, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പന്തക്കുസ്ത പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. നമുക്കും പ്രാർത്ഥിക്കാം, ആത്മാവിൻ്റെ നിറവിൽ ക്രിസ്തുവിൻ്റെ ജ്വലിക്കുന്ന സാക്ഷികളാകാൻ. നാം എവിടെയാണോ, അത് കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും സഭയുടെ വലിയ പ്രാർത്ഥനയുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയോടൊക്കെ വിശ്വസ്തത കാണിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് വളരാം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.